ആവിയിൽ വേവിച്ചെടുക്കുന്ന 4 മണി പലഹാരങ്ങളോട് പ്രിയമുള്ളവരുണ്ടോ ഇവിടെ? എന്നാലേ ഇന്ന് നമ്മൾ അങ്ങനെ ഒരു വിഭവമാണ് കേട്ടോ തയ്യാറാക്കുന്നത്. എങ്ങനെ ചെയ്യുന്ന നോക്കാം. 1 കപ്പ് ശർക്കര 1 കപ്പ് വെള്ളത്തിൽ ഉരുക്കി മാറ്റി വെക്കാം. നെയ്യ് ഒഴിച്ച് കാഷ്യൂനട്ടും റൈസിൻസും ഒന്ന് വറുത്തെടുക്കുക. അതിൽ നിന്ന് ഞാൻ കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നേന്ത്രപ്പഴോ അതല്ലെങ്കിൽ ചെറുപഴോ നിങ്ങൾക്ക് ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഏലക്കപ്പൊടി അതുപോലെ കുറച്ച് ഉപ്പു ചേർത്തിട്ട് നന്നായിട്ട് തിളക്കുമ്പോൾ റാഗി പൗഡർ 1 കപ്പ് ഇട്ടിട്ട് നല്ല പോലെ കുറുക്കി നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ അങ്ങ് ആക്കിയെടുക്കുക. ഇതിൻ്റെ ടേസ്റ്റ് ഇച്ചിരി കൂടെ കൂടണമെങ്കിൽ ഈ സമയത്ത് ഒരിത്തിരി നെയ്യും കൂടെ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ വാഴയില വാട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ ഉരുള വെച്ചിട്ട് ഇതുപോലെ അങ്ങ് പരത്തിയെടുക്കുക. ഇനി നമുക്കിത് സിലിണ്ടറിൻ്റെ ഷേപ്പിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കാഷ്യൂനട്ട് റൈസിൻസും അതിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണ്ടേ. ഈ വാഴയിലയിൽ നല്ല പോലെ ഇങ്ങനെ പൊതിഞ്ഞെടുക്കാം. എന്നിട്ട് ആവി കയറ്റിയെടുക്കാം. ഒരു 10 മിനിറ്റ് മാത്രം ആവി കയറ്റിയെടുത്താൽ മതി കേട്ടോ. എന്തിനാണ് വെന്ത സാധനം വീണ്ടും ആവി കയറ്റിയെടുക്കുന്നതെന്ന് സ്വാഭാവികമായിട്ടും സംശയം തോന്നാം. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഇത് തന്നെയാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാലേ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.